ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ പുതിയൊരു സുവർണാധ്യായം കുറിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഹരിയാനയിലെ ജിങ് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൽക്കരിയിൽ നിന്നും ഡീസലിൽ നിന്നും വൈദ്യുതിയിലേക്കും ഇപ്പോൾ ഇതാ പരിസ്ഥിതി സൗഹൃദമായ ഹൈഡ്രജൻ ഊർജത്തിലേക്ക് ഉള്ള ഇന്ത്യൻ റെയിൽവേയുടെ പരിവർത്തനം ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയാണ്. ഭാരതത്തിന്റെ കാർബൺ രഹിത യാത്രാ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ട്രെയിൻ കുതിച്ചുപായുകയാണ്. ഹരിയാനയിലെ ജിന്ദ് ജംഗ്ഷനിൽ നിന്നും സോണിപത്തിലേക്കുള്ള 89 കിലോമീറ്റർ റൂട്ടിലാണ് ഈ ട്രെയിൻ ആദ്യമായി സർവീസ് നടത്തുന്നത്. ജർമ്മനി, ചൈന തുടങ്ങിയ ആഗോള ശക്തികൾക്ക് പിന്നാലെ ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യ വിജയകരമായി നടപ്പിലാക്കുന്ന ലോകത്തിലെ എണ്ണപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇതോടെ ഭാരതവും ഔദ്യോഗികമായി ചുവടുവെച്ചു. പൂർണ്ണമായും ഭാരതത്തിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഈ അത്യാധുനിക ട്രെയിൻ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഭാരതത്തിന്റെ സ്വാശ്രയത്വത്തിന്റെ പ്രതീകം കൂടിയാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജനും ട്രെയിനിലെ സിലിണ്ടറുകളിൽ സൂക്ഷിക്കുന്ന ഹൈഡ്രജനും തമ്മിലുള്ള രാസപ്രവർത്തനത്തിലൂടെ ട്രെയിനിന് ആവശ്യമായ വൈദ്യുതി ഇതിൽ തനിയെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പരമ്പരാഗത ട്രെയിനുകളെ പോലെ ഇതിനു മുകളിലൂടെയുള്ള വൈദ്യുതി ലൈനുകളുടെ ആവശ്യമില്ല. പുകയോ കരിയോ പുറന്തള്ളാതെ ഈ ട്രെയിനിൽ നിന്നും വെറും ജലബാഷ്പവും ചൂടും മാത്രമാണ് പുറത്തുവരിക. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന പല ഹൈഡ്രജൻ ട്രെയിനുകളും 2 മുതൽ 4 വരെ കോച്ചുകൾ ഉള്ളവയാണെങ്കിൽ ഭാരതത്തിൽ വികസിപ്പിച്ചിരിക്കുന്നത് 2600 യാത്രക്കാരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ ശേഷിയുള്ള 10 കോച്ചുകളുള്ള കൂറ്റൻ ട്രെയിനാണ്. ഹൈഡ്രജൻ മണവും നിറവുമില്ലാത്ത വാതകമായതിനാൽ അതീവ ജാഗ്രതയോടെയുള്ള മൾട്ടി ലെയർ സുരക്ഷാ സംവിധാനങ്ങളാണ് ട്രെയിനിലും ജിന്ദിലെ റീഫ്യൂവലിംഗ് പ്ലാന്റിലും ഒരുക്കിയിട്ടുള്ളത്. നേരിയ രീതിയിലുള്ള ഗ്യാസ് ചോർച്ചയോ പുകയോ ചൂടോ ഉണ്ടായാൽ നിമിഷങ്ങൾക്കകം തിരിച്ചറിയാൻ സാധിക്കുന്ന ഓട്ടോമാറ്റിക് സെൻസറുകൾ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ പരമാവധി 110 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ഡിസൈൻ ചെയ്ത ഈ ട്രെയിൻ ആദ്യഘട്ടത്തിൽ 75 കിലോമീറ്റർ വേഗതയിലായിരിക്കും സർവീസ് നടത്തുക. ട്രെയിൻ ഫ്ളാഗ് ഓഫിനൊപ്പം ഹരിയാനയുടെ വികസനത്തിനായി 14,700 കോടി രൂപയുടെ മറ്റ് പദ്ധതികൾക്കും പ്രധാനമന്ത്രി ജിന്ദിലെ ഏക്ലവ്യ സ്റ്റേഡിയത്തിൽ തുടക്കം കുറിച്ചു. പരിസ്ഥിതി സൗഹാർദ്ദമായ റെയിൽവേ എന്ന ലക്ഷ്യത്തിലേക്കും 2070ഓടെ നെറ്റ് സീറോ കാർബൺ എമിഷൻ എന്ന രാജ്യത്തിന്റെ വലിയ പ്രഖ്യാപനത്തിലേക്കുമുള്ള നിർണായക ചുവടുവെപ്പായി ഈ ഹൈഡ്രജൻ ട്രെയിൻ മാറും. ജനം, ഡൽഹി.